ഹലോ എവ്രി വൺ. ഇത് നമുക്ക് അബാക്കസ് എന്താണെന്ന് പഠിച്ചാലോ? അബാക്കസ് എന്താണെന്ന് മനസ്സിലാക്കിയാലോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബാക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ അബാക്കസ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് അബാക്കസ് ടൂള്. ഇതെന്തിനാണ് ഈ അബാക്കസ് ടൂള്? അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബാക്കസിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾ പണ്ട് കാലത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പണ്ട് കാലം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. ആ സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? അവർ സ്കൂളിൽ പോയിരുന്നോ? ഇല്ല അല്ലേ? അവരെന്ത് ചെയ്യുമായിരുന്നു? ഗുരുകുലത്തിൽ പോയിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നത്. എന്താണ് ഈ ഗുരുകുലം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ എന്താണ് ഈ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കൃഷ്ണൻ്റെയൊക്കെ കഥകൾ, ഭഗവാൻ കൃഷ്ണൻ്റെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയായിരിക്കും ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്ന്. അതായത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. അതായത് ഒരു നല്ല വ്യക്തി രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ ഗുരുവിനെ മാതൃകയാക്കി പഠിക്കുകയാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർ ചെയ്തിരുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഗുരു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ കണ്ട് പഠിച്ചിരുന്നു. ഇത് മാത്രമാണ് അവർ ചെയ്തിരുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നത് പോലെ കുറേ കാര്യങ്ങൾ അവർ പഠിച്ചിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഗുരു അവരെ പഠിപ്പിച്ചിരുന്നു. അവരെങ്ങനെയാണ് സ്കൂളിൽ പോയി ഡെസ്കിലും ബെഞ്ചിലും ഇരുന്നൊക്കെയാണ് പഠിച്ചിരുന്നത്? അല്ലേ? അവരെന്ത് ചെയ്യും? ഒരു തണലുള്ള വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ഗുരു പറയുന്ന വേദങ്ങളും എല്ലാം അവർ കേട്ട് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ ഗുരു പറയുന്ന വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ നമ്മളെപ്പോലെ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുന്നത് പോലെ അവർ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിരുന്നോ? ഇല്ല. അവരെന്ത് ചെയ്യുമായിരുന്നു? അവരവരുടെ മൈൻഡിൽ ഈ ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുമായിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവാറുണ്ടല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അവരെപ്പോലെ തന്നെ നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം നമ്മളത് നോട്ട്ബുക്കിലേക്ക് അങ്ങ് പകർത്തി അങ്ങ് എഴുതും അല്ലേ? നോട്ട്ബുക്കിൽ നോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം അവിടെ എന്തായാലും നോട്ട്ബുക്കിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ആ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് അത് വായിച്ച് പിന്നെയും നമ്മളത് പഠിക്കും. പക്ഷേ ഈ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർക്കങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യും? നമ്മൾ ഗുരു പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ടീച്ചേഴ്സിനെ പോലെ തന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയോ? അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ അവിടെ അങ്ങ് സ്റ്റോർ ആവും. അതിനെയാണ് അന്നത്തെ കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നത് മനനം ചെയ്യുക എന്ന്. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈൻഡിൽ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? മനനം ചെയ്യുക. നമ്മളങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മനനം ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മുടെ നോട്ട്ബുക്കിൽ അങ്ങ് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മനനം ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തും അല്ലേ? വീണ്ടും വേണമെങ്കിൽ നമ്മൾ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ഫോണിൽ ഫീഡ് ചെയ്ത് വയ്ക്കും, ലാപ്ടോപ്പിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയാൽ പോരെ. നമ്മുടെ മെമ്മറിയിൽ വർക്ക് ചെയ്യിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി എന്നുമല്ല, നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യണം? മടിയനാക്കി ഇങ്ങനെ വച്ചേക്കുവാണ്. നീ അധികം പണിയൊന്നും എടുക്കണ്ട, നീ കുറച്ച് പണിയെടുത്താൽ നീ അവിടെ റെസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞാൽ അവിടെ വച്ചേക്കുവാണ് അല്ലേ? അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ബ്രെയിനിനെ ഇങ്ങനെ മടിയനാക്കി ഇങ്ങനെ വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും പഠിച്ച കാര്യങ്ങളൊക്കെ മനനം ചെയ്യണം. അപ്പോൾ അങ്ങനെ മനനം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ഈ അബാക്കസ് ടൂളിലൂടെ ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളിലൂടെ എങ്ങനെയാണ് മനനം ചെയ്യണമെന്നറിയോ? അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അബാക്കസ് ടൂളിൽ നമുക്കറിയാം, ഈ അബാക്കസ് ടൂൾ വെച്ചിട്ട് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഇതെല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അഡീഷൻ പഠിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ ഈ അബാക്കസ് ടൂൾ വെച്ചിട്ട് നമ്മൾ അഡീഷനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയോ, ഈ അബാക്കസ് ടൂൾ എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കും. അതിനുശേഷം നമ്മൾ തനിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമ്മൾ ആ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ അബാക്കസ് ടൂൾ നമ്മുടെ മൈൻഡിലങ്ങ് കയറി ഇരുന്ന് കഴിഞ്ഞു. അതായത് നമ്മുടെ മൈൻഡിൽ ഒരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഒരു അബാക്കസ് ടൂൾ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു ആ പ്രാക്ടീസ് കൊണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മൈൻഡിലുള്ള അബാക്കസ് ടൂളിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ അബാക്കസ് ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രെയിനിൽ നമ്മൾ അബാക്കസ് ടൂളിനെ ഉണ്ടാക്കിയെടുത്ത് ഈ കാൽക്കുലേഷൻസൊക്കെ നല്ല ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്ററിനേക്കാളും സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടൂളാണ് എന്ത്, നമ്മുടെ ഈ അബാക്കസ് എന്ന് പറയുന്ന ടൂള്. ഈ അബാക്കസ് ടൂള് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മളത് വളരെ ശ്രദ്ധിച്ച് നമ്മളിരുന്നാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടി വരും. പിന്നെ പറഞ്ഞു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കാൽക്കുലേഷൻസ് വളരെ ഫാസ്റ്റാവും. നമ്മൾ മനനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി എന്താവും, വളരെ ബെറ്ററാവും, വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ ടൈം ലിമിറ്റ് ഉണ്ടാവും. ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും. വീണ്ടും പിന്നീട് ചെയ്യുമ്പോൾ അതിലും ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഓരോ ആക്ടിവിറ്റീസിലും സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ അബാക്കസ് പ്രാക്ടീസ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അബാക്കസ് ടൂളിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ഈ അബാക്കസ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി അബാക്കസ് എന്താണെന്ന് അറിയില്ല എന്ന് ആരും പറയരുത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.